എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നുവന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. പാഠത്തിന്റെ പേര് എ ഫീനിക്സ് റൈസസ്. കേട്ടിട്ടുണ്ടോ ഫീനിക്സ് പക്ഷിയെപ്പറ്റി? ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പുരാണത്തിലെ പക്ഷിയാണിത്. അതുപോലെ നമ്മുടെ കഥാനായകനും ബാബ്ലു കേവാട്ടും ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർന്നുവന്നയാളാണ്. റെഡിയല്ലേ എല്ലാവരും കഥ കേൾക്കാൻ? അപ്പോ ആരാണീ ബാബ്ലു കേവാട്ട്? ബാബ്ലു പഠിക്കാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണ വിദ്യാർത്ഥി, അത്രയുള്ളൂ. പക്ഷേ അവനവന്റെ സയൻസ് ടീച്ചറായ മിസ്സിസ് ശർമ്മയെ ഓർമ്മയുണ്ടായിരുന്നു. കാരണം ടീച്ചറുടെ സഹായത്തോടെ അവനൊരു എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിരുന്നു. അപ്പോ ചെറുപ്പത്തിലെ ആളൊരു പരീക്ഷണശാലിയായിരുന്നെന്ന് പറയാം, അല്ലേ? പക്ഷേ അവന്റെ ജീവിതം പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. അവന്റെ അച്ഛൻ പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയി. അതോടെ ആ കുടുംബം ആകെ തകർന്നു. അമ്മയ്ക്ക് ചെറിയ വരുമാനത്തിൽ കുടുംബം നോക്കാൻ പറ്റാതായി. അനിയത്തിയും അമ്മയും കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ബാബ്ലുവിന് സഹിച്ചില്ല. അവൻ പഠിത്തം നിർത്തി. എന്തിനായിരിക്കും? അതെ, കുടുംബത്തെ സഹായിക്കാൻ, ഒരു ജോലിക്ക് പോകാൻ. അങ്ങനെ അവനൊരു വർക്ക്ഷോപ്പിൽ ചായ കൊണ്ടുകൊടുക്കുന്ന പണിക്ക് കയറി, ഒരു ബസ് ബോയായിട്ട്. അവിടെ നിന്ന് പതിയെ പതിയെ അവൻ വെൽഡിംഗ് പണി പഠിച്ചു. കഠിനാധ്വാനം കൊണ്ട് അവനൊരു നല്ല വെൽഡറായി മാറി. കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വർക്ക്ഷോപ്പിന്റെ കടബാധ്യതകളൊക്കെ അവൻ ഏറ്റെടുത്ത് അത് സ്വന്തമായി നടത്താൻ തുടങ്ങി. ബിസിനസ് പതിയെ വളർന്നു. കണ്ടോ അവന്റെ ഒരു കഠിനാധ്വാനം? അങ്ങനെയിരിക്കെ ബാബ്ലുവിന്റെ കല്യാണം കഴിഞ്ഞു. ഗൗരി എന്നായിരുന്നു ഭാര്യയുടെ പേര്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണമായിരുന്നു. ആകെ ഒരൊറ്റ തവണയെ അവർ തമ്മിൽ കണ്ടിരുന്നുള്ളൂ. ഒരു ദിവസം രാവിലെ ബാബ്ലു തന്റെ ഭാര്യ ഗൗരിയെ അന്വേഷിച്ച് വീടിന്റെ പുറകുവശത്തേക്ക് ചെന്നു. അപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ഗൗരി കയ്യിലൊരു പഴയ തുണിക്കഷ്ണം പിടിച്ച് ധൃതിയിൽ ബാത്റൂമിലേക്ക് പോകുന്നു. കണ്ടപ്പോൾ അവനാകെ ഒരു സംശയം. അവൻ അവളോട് ചോദിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. എന്താണെന്നറിയാമോ? ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾ സാനിറ്ററി നാപ്കിനുകൾക്ക് പകരം വൃത്തിയില്ലാത്ത പഴയ തുണിക്കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇത് കേട്ട് ബാബ്ലു ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ അവന്റെ അവസ്ഥ? അന്ന് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്ന് തിരികെ വരുമ്പോൾ അവൻ ഗൗരിക്കൊരു സമ്മാനം വാങ്ങാൻ തീരുമാനിച്ചു. ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അവൻ അടുത്തുള്ളൊരു ചെറിയ കടയിൽ കയറി ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ ചോദിച്ചു. കടക്കാരൻ വേഗം അതെടുത്തൊരു പഴയ പത്രക്കടലാസിൽ പൊതിഞ്ഞുകൊടുത്തു. അതിന്റെ വില കേട്ടപ്പോൾ ബാബ്ലു വീണ്ടും ഞെട്ടി. വെറും 40 രൂപ. ആ കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. എന്നാലും അവനാ കാശു കൊടുത്തത് വാങ്ങി. അവനാ പാക്കറ്റ് തുറന്ന് ഒരു പാഡ് കയ്യിലെടുത്തു നോക്കി. വെറും പഞ്ഞിയും ഒരു തുണിയും കൊണ്ട് പൊതിഞ്ഞ ഒരു സാധനം. അവനത് കയ്യിൽ വെച്ച് അതിന്റെ ഭാരം എത്രയുണ്ടാകുമെന്ന് കണക്കുകൂട്ടി. ഒരു 10 ഗ്രാം. അത്രയുള്ളൂ. അവന്റെ അച്ഛൻ പഞ്ഞിനൂലുകൊണ്ട് ജോലി ചെയ്തത് കണ്ടിട്ടുള്ളതുകൊണ്ട് അവനറിയാമായിരുന്നു 10 ഗ്രാം പഞ്ഞിക്ക് വെറും 10 പൈസയെ വില വരൂ. പക്ഷെ ഇവിടെ ഒരു പാഡിന് 4 രൂപയാണ് വില. ഇത് ഭയങ്കരമായൊരു കൊള്ളയാണെന്ന് അവന് മനസ്സിലായി. വീട്ടിലെത്തി അവൻ ആരും കാണാതെ രഹസ്യമായി ആ പാക്കറ്റ് ഗൗരിക്ക് കൊടുത്തു. പക്ഷെ ഗൗരിക്ക് ഒട്ടും സന്തോഷമായില്ല. അവൾ പറഞ്ഞു, നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ്? ഞാനും ശാലുവും എല്ലാ മാസവും ഇത് വാങ്ങാൻ തുടങ്ങിയാൽ പിന്നെ വീട്ടിൽ തൈരും നെയ്യും ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ മാലു വാങ്ങാൻ പോലും കാശുണ്ടാവില്ല. ഇത് കേട്ട് ബാബ്ലു ആകെ നിരാശനായി. പക്ഷേ ആ നിരാശയിൽ അവൻ തളർന്നുപോയില്ല. പകരം അവൻ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്തായിരിക്കും അത്? അതെ, സ്വന്തമായി സാനിറ്ററി പാഡ് ഉണ്ടാക്കുക. അവനൊരു കത്രികയും സൂചിയും നൂലും കുറച്ച് പഞ്ഞിയും തുണിയുമൊക്കെ സംഘടിപ്പിച്ചു. ചപ്പാത്തിക്ക് മാവ് പറത്തുന്നതുപോലെ അവൻ പഞ്ഞി കൈയിലിട്ട് പരത്താൻ തുടങ്ങി. അവിശ്വസനീയമെന്ന് പറയട്ടെ, ഒരു സാനിറ്ററി പാഡ് ആദ്യമായി തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ ബാബ്ലു സ്വന്തമായി ഒരെണ്ണം ഉണ്ടാക്കി. വാവ്! പക്ഷെ അതൊരു പരാജയമായിരുന്നു. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന പാഡുകളിൽ ഉപയോഗിക്കുന്ന യഥാർത്ഥ മെറ്റീരിയൽ എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മാസങ്ങൾ കടന്നുപോയി. അവൻ പലതരം പഞ്ഞിയും മറ്റു വസ്തുക്കളും സംഘടിപ്പിച്ച് പരീക്ഷണങ്ങൾ തുടർന്നു. കാരണം പണമില്ലാത്തതുകൊണ്ട് ഭൂരിഭാഗം സ്ത്രീകളും വൃത്തിയില്ലാത്ത തുണികളാണ് ഉപയോഗിക്കുന്നതെന്നും അതവർക്ക് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നും അവനറിയാമായിരുന്നു. പക്ഷെ ഈ പ്രശ്നം മറ്റാരെയും അലട്ടുന്നതായി അവന് തോന്നിയില്ല. ഈ പരീക്ഷണങ്ങളും ഈ വിഷയത്തിലുള്ള അവന്റെ താൽപ്പര്യവും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അവന്റെ അമ്മ അവനോട് കെഞ്ചി പറഞ്ഞു ഈ പരീക്ഷണങ്ങൾ നിർത്താൻ,
അല്ലെങ്കിൽ ഈ കുടുംബം മുഴുവൻ നാണം കെട്ടുപോകുമെന്ന് അവർ പറഞ്ഞു. നാട്ടുകാർക്കിടയിലും ഈ വാർത്ത പരക്കാൻ തുടങ്ങി. ആളുകൾ അവനെയും കുടുംബത്തെയും തുറിച്ചുനോക്കാനും അടക്കം പറയാനും തുടങ്ങി. ഇതൊക്കെ ആയപ്പോൾ ബാബ്ലു ആകെ തകർന്നുപോയി. കുറച്ചുകാലം അവൻ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചു. പക്ഷെ അവനൊരു പുതിയ ആശയം കിട്ടി. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനു പകരം സ്വന്തം ശരീരത്തിൽ പരീക്ഷണം നടത്തുക. അവനൊരു സുഹൃത്തിന്റെ സഹായത്തോടെ കുറച്ച് ആടിന്റെ രക്തം സംഘടിപ്പിച്ചു. ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് ആ രക്തം പാഡിലേക്കൊഴിച്ച് അതിന്റെ നിലവാരം അവൻ സ്വയം പരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം അയൽവാസിയുടെ മകളായ ലത ഇത് കാണാനിടയായി. പിറ്റേന്ന് ആ ചെറിയ പട്ടണത്തിൽ മുഴുവൻ പലതരം കഥകൾ പരന്നു. ബാബ്ലുവിന് ഭ്രാന്താണ്, അവൻ എന്തോ മ്ലേച്ഛകരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ. ഈ അപമാനം സഹിക്കാൻ കഴിയാതെ ബാബ്ലുവിന്റെ ഭാര്യ ഗൗരി അവനെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. ആ ഭ്രാന്ത് നിർത്തിയാൽ മാത്രമേ തിരികെ വരൂ എന്ന് അവൾ പറഞ്ഞു. അതിനു പിന്നാലെ അവന്റെ അമ്മയും അവനെ ഉപേക്ഷിച്ചു പോയി. ഒരു സാനിറ്ററി പാഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ അവന് ഭാര്യയെ നഷ്ടപ്പെട്ടു, കുടുംബത്തെ നഷ്ടപ്പെട്ടു, കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും നഷ്ടപ്പെട്ടു. ബാബ്ലു എന്ന സാധാരണ വെൽഡറിന്റെ ജീവിതം കീറിപ്പറിഞ്ഞുപോയി. എന്തിനുവേണ്ടി? ഗൗരിക്കൊരു സമ്മാനം നൽകാൻ. ആ ഗ്രാമത്തിലെയും പുറത്തുമുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു സമ്മാനം. ബാബ്ലുവിന്റെ കഥയുടെ യഥാർത്ഥ തുടർച്ച എന്താണെന്നറിയണ്ടേ? ഈ കഥയിലെ ബാബ്ലു ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ യഥാർത്ഥ വ്യക്തിയുടെ പേരാണ് അരുണാചലം മുരുകാനന്ദം, ഇന്ത്യയുടെ പാഡ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹവുമായുള്ളൊരു അഭിമുഖമാണ് പാഠത്തിന്റെ അടുത്ത ഭാഗം. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കൈത്തറി തൊഴിലാളിയായിരുന്നു. 14-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു. അമ്മ ഒരു കൃഷി തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിനും 2 സഹോദരിമാരുമുണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ അവരെ വളർത്തിയത്. 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് തന്റെ ഭാര്യ ശാന്തിയും ആർത്തവ സമയത്ത് പഴയ തുണികളാണ് ഉപയോഗിക്കുന്നതെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. ആ അറിവാണ് വില കുറഞ്ഞ സാനിറ്ററി നാപ്കിനുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. അദ്ദേഹം പറയുന്നു, ശരിയായ മെറ്റീരിയൽ കണ്ടെത്താൻ വർഷങ്ങളെടുത്തു എന്ന്. പഞ്ഞിയുടെ പല വകഭേദങ്ങളും ഉപയോഗിച്ച് നടത്തിയ ആദ്യ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു. കൂടാതെ ആ ഗ്രാമത്തിൽ അതൊരു ടാബു അഥവാ സംസാരിക്കാൻ പാടില്ലാത്ത വിഷയമായിരുന്നു. അതുകൊണ്ടുതന്നെ സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും അദ്ദേഹം ഒറ്റപ്പെട്ടു. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. 2 വർഷത്തെ കഠിനമായ പരീക്ഷണങ്ങൾക്കും പിഴവുകൾക്കും ശേഷം അദ്ദേഹം ആ സത്യം കണ്ടെത്തി. പ്രമുഖ ബ്രാൻഡുകൾ പാഡുകളിൽ ഉപയോഗിക്കുന്നത് പഞ്ഞിയല്ല, മറിച്ച് പൈൻ മരത്തിന്റെ പൾപ്പാണെന്ന്. എന്നിട്ടും തീർന്നില്ല പ്രശ്നം. ആ പൾപ്പിൽ നിന്നും സെല്ലുലോസ് എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്നായി അടുത്ത ചിന്ത. ഒരു ദിവസം അദ്ദേഹം വളർത്തുന്ന നായ ആ സാമ്പിൾ കാർഡിൽ മാന്തിയപ്പോൾ അതിൽ നിന്ന് മൃദുവായ പഞ്ഞി പോലുള്ള വസ്തു പുറത്തുവരുന്നത് അദ്ദേഹം കണ്ടു. അതിൽ നിന്നാണ് ഡീഫൈബ്രേഷൻ എന്ന ആശയം അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ അടുത്ത വെല്ലുവിളി അതിലും വലുതായിരുന്നു. സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയായിരുന്നു വില. അപ്പോഴദ്ദേഹം തിരിച്ചറിഞ്ഞു, യന്ത്രങ്ങളുടെ വില കുറഞ്ഞാൽ മാത്രമേ സ്ത്രീകൾക്ക് വില കുറഞ്ഞ പാഡുകൾ ലഭിക്കൂ. അതോടെ വില കുറഞ്ഞ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വീണ്ടും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും അധികം പരിശീലനമൊന്നുമില്ലാത്ത ആളുകൾക്ക് പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന താരതമ്യേന വില കുറഞ്ഞ യന്ത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഡീഫൈബ്രേഷൻ, കംപ്രഷൻ, സ്റ്റെറിലൈസേഷൻ എന്നിവയ്ക്കായി 3 വ്യത്യസ്ത യന്ത്രങ്ങളാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. ഇതിന് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ലഭിക്കാൻ 13 വർഷമെടുത്തു. പേറ്റന്റ് കിട്ടിയപ്പോൾ പല വലിയ കമ്പനികളും കോടികൾ വാഗ്ദാനം ചെയ്തു. പക്ഷെ അദ്ദേഹം അത് ആർക്കും വിറ്റില്ല. പകരം ആ കണ്ടുപിടുത്തം അദ്ദേഹം പൊതുസമൂഹത്തിനായി തുറന്നുകൊടുത്തു. ആർക്കു വേണമെങ്കിലും അത് ഉപയോഗിക്കാം. എന്തൊരു നല്ല മനസ്സല്ലേ! അദ്ദേഹം തന്റെ യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് വിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ലാഭം അത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ആവശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. പണം സമ്പാദിക്കുന്നതിലല്ല, മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കാൻ അനുവദിക്കുന്നതിലാണ് സംരംഭകത്വത്തിന്റെ വിജയമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകളെയും സ്വയം സഹായ സംഘങ്ങളെയും ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഗാന്ധിജിയുടെ വാക്കുകളാണ് ഉദ്ധരിച്ചത്. ഇന്ത്യയെ മാറ്റിമറിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. സ്ത്രീകളെ ശാക്തീകരിക്കാൻ സ്ത്രീകളുടെ ശക്തി തന്നെ ഉപയോഗിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. അവബോധം അഥവാ അവയർനെസ്, ലഭ്യത അഥവാ അവൈലബിലിറ്റി, താങ്ങാനാകുന്ന വില അഥവാ അഫോർഡബിലിറ്റി, ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ.
അദ്ദേഹം തന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുമ്പോൾ റീറ്റെയിൽ എന്ന വാക്കിനു പകരം ഡീറ്റെയിൽ എന്ന വാക്കാണ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കച്ചവടം വർദ്ധിപ്പിക്കുക എന്നതിലുപരി ശുചിത്വത്തെക്കുറിച്ച് ഓരോ ഉപഭോക്താവിനോടും വിശദമായി സംസാരിച്ച് അവബോധം വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ഈ പ്രയത്നങ്ങൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചു. IIT മദ്രാസ് അദ്ദേഹത്തെ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷന്റെ അവാർഡ് നൽകി ആദരിച്ചു. ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങി. 2016 ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീകളുടെ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ച് ചർച്ച ചെയ്തു. സാനിറ്ററി നാപ്കിനുകളുടെ GST ഒഴിവാക്കി. പക്ഷേ ഇതിനെല്ലാം ഉപരി തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരമായി അദ്ദേഹം കരുതുന്നത് തന്നെ ഉപേക്ഷിച്ചുപോയ കുടുംബം തന്നിലേക്ക് തിരികെ വന്നതാണ് എന്നതാണ്. അവസാനമായി യുവസംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും അദ്ദേഹം നൽകുന്ന സന്ദേശം ഇതാണ്: വിദ്യാഭ്യാസം നമ്മളെ ശാക്തീകരിക്കുന്നു, പക്ഷേ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലിക്കായി യാചിക്കേണ്ട അവസ്ഥ വരരുത്. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ജോലികൾ സൃഷ്ടിക്കുക. ഓരോ പ്രശ്നത്തെയും ഒരു അവസരമാക്കി മാറ്റുക. ഒരു പരിഹാരം, ഒരു കണ്ടുപിടുത്തം, ഒരു സംരംഭവുമായി മുന്നോട്ടു വരിക. ലോകത്തെ മാറ്റിമറിക്കുക. ഇതാണ് എ ഫീനിക്സ് റൈസസ് എന്ന പാഠം. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് തന്റെ നിശ്ചയദാർഢ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഒരു സാമൂഹിക വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ പാഠത്തിൽ നിന്നല്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് ഫൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8060663636 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.